ഹലോ. അപ്പൊ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. നമ്മുടെ ഓണം അടുത്തു, ഇന്ന് അത്തം തുടങ്ങി. പൂക്കളം ഇട്ടിട്ടില്ല. ഇന്ന് അത്തത്തിന് ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് മഴയായിരുന്നു. ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, വെയിലുണ്ട് അല്ലേ? അപ്പൊ അത്തം കറുത്താൽ ഓണം വെളുക്കും പറയാം. അപ്പൊ ഓണം മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ന് ആക്ച്വലി ഞങ്ങള് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് നോക്കാന്ന് വിചാരിച്ചത്. ഞാൻ വിചാരിച്ച അമ്മച്ചേട്ടൻ എന്തായാലും ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്തച്ചമയം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ എറണാകുളത്ത് ഇത്രക്ക് നാളായിട്ടും തൃപ്പൂണിത്തറ അത്തച്ചമയം ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക്, പിന്നെ അത് മാത്രമല്ല നല്ല ഹോട്ട് ക്ലൈമറ്റ് ആണെന്ന് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ വന്ന് നമ്മളിപ്പോ വണ്ടി കുറേ ദൂരം വെച്ചിട്ട് ഞങ്ങള് വെയിലത്ത് നടന്നത്. ഇപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇൻട്രോ പിടിക്കണം കേട്ടാ. ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇരിക്കുന്നത്. അത്രയും ടയർഡായി പോയി, കാരണം കുറച്ചധികം നടക്കേണ്ടി വന്നു. ബ്ലോക്ക് ആയതിന്റെ പേരിൽ കുറച്ചധികം നടക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഇവിടെ ഒരു കുളം, അമ്പലത്തിന്റെ ഒരു കുളം കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ഇൻട്രോ പിടിക്കാം. കുറെ നാളായി നമ്മളൊരു ഇൻട്രോ പറഞ്ഞിട്ട്. അപ്പൊ അമ്മച്ചേട്ടാ വെൽക്കം ചെയ്യും. അപ്പോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഗെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് അത്തച്ചമയം കാണാം. അപ്പൊ നമുക്ക് അത്തച്ചമയം എന്താണ് ഏതാണെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറേ നടക്കേണ്ടി വന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കടയിൽ കയറി ഞങ്ങൾ ആദ്യമായിട്ട് പഴംപൊരിയും ബീഫും കഴിക്കും. ഇതാണ് പഴംപൊരിയും ബീഫും. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട്? എന്താ വെറുതെ ഒന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് കാര്യം പറയാം. ഇതൊന്നും മനസ്സിലാവില്ല. ഒന്നും കഴിച്ചോട്ടെ, ടേസ്റ്റ് മനസ്സിലാവില്ല. കുറച്ചധികം കഴിച്ചപ്പോൾ ടേസ്റ്റ് വരുന്നുണ്ട്. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ചെന്നപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഉള്ളിവടി ഇതും നല്ല കോമ്പിനേഷനാണ്, അതുകൂടി ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ ഇത് രണ്ട് എരിവല്ലേ? മധുരം വന്നപ്പോ വേറെ. പഴംപൊരി സൂപ്പർ പഴംപൊരി, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി. ഇതായിട്ട് നല്ല രസം. ഇത് രണ്ടും മറ്റൊരു മധുരമല്ലല്ലോ. എന്ത് രസമല്ലേ? നല്ല രസമല്ലേ? ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. എത്താറായിണ്ട്. കൊട്ട് കേക്കുണ്ട്, കൊട്ട്. അപ്പൊ എത്താറായില്ലേ? ഇത് ഗവൺമെന്റ് പാലസ് ഹൈസ്കൂൾ. ഇത് കുറച്ചായി ഞങ്ങൾ നടക്കണു. കിതക്കിടൂ. കുറേ നാളായിട്ട് നടക്കാണ്ട് കിതപ്പ്. നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരമൊക്കെ പോലെ തോന്നും. നിറച്ച് സാധനങ്ങളൊക്കെ വഴിയരികിൽ വിൽക്കാൻ വെച്ചേക്കണു. നിറയെ ആൾക്കാർ, ആ വീട്ടിലും നിറച്ച ആൾക്കാർ, റോട്ടിലും ഒക്കെ നിറച്ച ആൾക്കാർ. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറേ ടാബ്ലോസും പ്രൊസഷൻസും അങ്ങനെ പോയിട്ട് പോണതാണ് ഈ അത്തച്ചമയം. എനിക്ക് ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്ര നാളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ കുറേ ടാബ്ലോസ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2:30 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തിലായിരുന്നു നല്ല നല്ല ഇതുകളൊക്കെ ആദ്യത്തിൽ പോയി. ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്ന് വണ്ടി വെച്ച് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ നടന്നു ചെന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ കുറച്ചൊക്കെ കാണാൻ പറ്റില്ല. പോലീസുകാർ പറഞ്ഞു കുറേ പോയി, ലേറ്റ് ആയപ്പോൾ സ്പീഡിലെല്ലാം പോയി എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം കാണാനൊക്കെ പറ്റി. അപ്പോൾ ഇതാണ് അത്തച്ചമയം. എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാം. നമ്മളെപ്പോലെ എന്നെപ്പോലെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടത്. ഇത് ശരിക്കും കണ്ടപ്പോൾ എനിക്കും ടെൻഷനായിട്ടാണ്. കണ്ട ആൾ ബാലൻസ് ചെയ്ത് നിൽക്കണ കണ്ട. അതിൻ്റെ അതൊന്ന് എഴുതി വെച്ചേക്കുന്നത് ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് ഈ സർക്കസുകാരെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കും ടെൻഷനായി. എത്ര ദൂരം ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം.
ഫോർ മാരീഡ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ആടുജീവിതമായിരുന്നു കേട്ടോ, അതോടുകൂടി കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും നിറയെ ആൾക്കാർ ഇത് കഴിയുമ്പോൾ നിറച്ച ആൾക്കാർ വരില്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒതുങ്ങി നിന്നു കേട്ടോ, ഭയങ്കരമായിട്ടുള്ള ആ ക്രൗഡൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. ക്ഷീണിച്ച് എത്ര നേരം നടന്നപ്പോഴേക്കും എന്താ പറഞ്ഞാൽ കരിഞ്ഞുണങ്ങി എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും ഇതായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഭയങ്കര ദാഹം, അപ്പോൾ കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ കരിക്ക് കുടിക്കാൻ കയറി. അങ്ങനെ കരിക്ക് കുടിച്ച് ഞങ്ങൾ വീണ്ടും നടക്കുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഹൈസ്കൂളിൽ ഒരു ആന നിൽക്കണത്. അപ്പോൾ ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് അമ്മച്ചേൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പാപ്പാനോട് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടാ? അപ്പം ഇല്ല, നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആനയുടെ അടുത്ത് നിന്നിട്ട് പോസ് ചെയ്യണം. നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിരിച്ചോണ്ടിരുന്നെങ്കിലും നോക്കി. എനിക്ക് പേടിയാണ്. ഇത് വീഡിയോ ഇതിന്റെ ഇവിടെ ഞെക്കിക്കൊണ്ടിരുന്നാ മതി. വീഡിയോ ഓണാ. ഒന്നും ചെയ്യില്ലല്ലോ. നീങ്ങുന്നോ, കുറച്ചുകൂടി നിന്നോ, നിക്കടി. ഇത് ഭയങ്കര അകല. ആ ആനച്ചമയം കാണാൻ വന്നത് ഞങ്ങള് ആനയെ തൊട്ടു. ആനച്ചമയല്ലല്ല, അത്തച്ചമയം. സോറി, എന്താണ് അത്തച്ചമയം എന്ന് അറിയാണ്ട വന്നേ. കുറെ പ്രൊസഷൻസ് പോവും, അത്രേ ഉള്ളൂ. ഞാൻ വേറെ കുറെയൊക്കെ പ്രതീക്ഷിച്ചു. പിന്നെ ഇനി പൂക്കള മത്സരം ഉണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷെ ഇപ്പൊ തുടങ്ങുള്ളൂ, ഇല്ല ഈവനിങ് ഒക്കെ ആകുമ്പോൾ കഴിയുമ്പോൾ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് എന്നിട്ട് ആനയുടെ പേര് രാജീവാണ്. രാജൻ തൊട്ടു ആനയെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങണ വഴിക്ക് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, കുളവും അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു കുളവും കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു, രാവിലെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുൾ മഴയാവുന്ന. പക്ഷെ പിന്നെ ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ആ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല കാറ്റ്. കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തച്ചമയ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.